നെയ്യാറ്റിൻകര താലൂക്കിലെ സാമ്പത്തിക രംഗം സംരക്ഷിച്ചിരുന്ന ഒരു കാലം പനയ്ക്കും പനകയറ്റു തൊഴിലാളികൾക്കും ഉണ്ടായിരുന്നു. കരിപ്പെട്ടിക്ക് ന്യായവില ലഭിക്കാത്തതും പനകയറ്റു തൊഴിലാളിക്ക് മിതമായ വരുമാനം ലഭിക്കാത്തതുമായ ഘട്ടത്തിലാണ് അവരുടെ ഉന്നമനത്തിനായി ദി ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ഫാം പ്രോഡക്ട്സ് ഡെവലപ്മെൻറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ പാറശാല എന്ന പേരിൽ ഖാദി ഗ്രാമവ്യവസായ ബോർഡിന് കീഴിൽ ഒരു സഹകരണ സ്ഥാപനം രൂപീകരിച്ചത്. 1974 മുതൽ അതിൻ്റെ പ്രവർത്തനം നടന്നു വന്നു. ഇന്നിപ്പോൾ പ്രസ്തുത സംഘം തകർച്ചയിലാണ്. പല കാരണങ്ങളാൽ പനവൃക്ഷം നട്ടുവളർത്താൻ കഴിയാതെ അന്യം നിന്ന് പോകുന്ന അവസ്ഥയിലുമെത്തി. നിലവിൽ ആവശ്യാനുസരണം അക്കാനി ലഭിക്കാത്തതിനാൽ ഭാഗികമായി കരിപ്പെട്ടി ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തി പോരുന്നുണ്ട്. 1985 മുതൽ പാംഗോള എന്ന പേരിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തി വരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മാറ്റം കൃഷിയിലും വ്യവസായ രംഗത്തും വലിയ മാറ്റങ്ങൾ വരുത്തി. പരമ്പരാഗത മേഖലയിൽ വന്ന പ്രതിസന്ധി പനമര ഉൽപ്പന്ന വ്യവസായത്തിലും കൃഷിയിലും പ്രതിസന്ധി സൃഷ്ടിച്ചു. ഏറ്റവും പോഷകസമ്പുഷ്ടമായ അക്കാനി, കറുപ്പുകെട്ടി, പനം, കൽക്കണ്ടം ഇവ അന്യം നിന്ന് പോകാതിരിക്കാൻ പൊക്കം കുറഞ്ഞ T&D വ്യാപകമാക്കാൻ കഴിയും. ആൺ പെൺ പന വേർതിരിക്കണം. പെൺപനയിൽ നിന്നും അക്കാനി, നൊങ്ക്, പനംകിഴങ്ങ് കൂടുതൽ ലഭിക്കും. വ്യാപകമായ തോതിൽ കൃഷി ആരംഭിക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്നും സമ്പുഷ്ടമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാം. പനകൃഷി വേലിയായി ഉപയോഗിച്ചാൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം തടയാൻ കഴിയും. ബയോ ഫെൻസിങ്ങിന് നന്നായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. മണ്ണൊലിപ്പ് തടയുന്നതിന് വ്യാപകമായി കൃഷി ചെയ്താൽ കടൽ തീര ശോഷണം പോലും തടയാൻ കഴിയും. ഏതു കാലാവസ്ഥയിലും പനമരം വളരും. കാർഷിക സർവകലാശാല, പീച്ചിവനം ഗവേഷണ കേന്ദ്രം, കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ്, ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ, പാപ്പനംകോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ടെക്നോളജി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് പാങ്കൂർ വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നത്. സർ, വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ബഹുമാനായ അംഗം ഉന്നയിച്ചിട്ടുള്ളത്. വ്യവസായ വകുപ്പിന് കീഴിൽ കെൽപ്പാം കരിമ്പന മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഉന്നമനവും കരിമ്പനയിൽ നിന്ന് ലഭ്യമാകുന്ന നൊങ്ക് ഉപയോഗിച്ചിട്ടുള്ള വിവിധ പാനീയങ്ങൾ, അക്കാനിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പനം കരുപ്പെട്ടി, പനം കൽക്കണ്ടം, മറ്റ് വൈവിധ്യമേറിയതും ആരോഗ്യദായകവുമായ അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും പനംവേര് മുതൽ പനവൃക്ഷത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫർണിച്ചർ, കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനത്തിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയെ പുഷ്ടിപ്പെടുത്തുക എന്നതാണ് കെൽപ്പാമിൻ്റെ സ്ഥാപിത ലക്ഷ്യം. നിലവിൽ 2 യൂണിറ്റുകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്, തിരുവനന്തപുരത്തും പാലക്കാടും. കെൽപ്പാം കരിമ്പന ഉൽപ്പന്ന വികസന മേഖല പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ക്ഷേമവും കരിമ്പന ഉൽപ്പന്ന വികസനവും മുൻനിർത്തിയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കരിമ്പന മരങ്ങളുടെ സംരക്ഷണം ബഹുമാനായ അംഗം ഇവിടെ ഉന്നയിച്ചതുപോലെ സംസ്ഥാനത്തുടനീളം കരിമ്പന തൈകൾ വച്ചുപിടിപ്പിക്കുന്ന നടപടിയുടെ ഭാഗമായി സർക്കാർ ഓഫീസുകളിലും ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലും പനം തൈകൾ നടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. പാറശാല ഗ്രാമപഞ്ചായത്തിലെ വെറ്റിനറി പോളിക്ലിനിക് ക്യാമ്പസിലുള്ള പനമരം പരിപാലിക്കുന്നതോടൊപ്പം അതിൻ്റെ മേലാദായം കൃത്യമായി വർഷാവർഷം ലേലം ചെയ്ത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ സംരക്ഷിച്ചു വരുന്നുണ്ട്. ഈ പ്രദേശത്ത് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലമെടുപ്പ് പൂർത്തിയാകുമ്പോൾ പിഗ് ബ്രീഡിംഗ് യൂണിറ്റ് കോമ്പൗണ്ടിലെ ചില പനമരങ്ങൾ മുറിച്ചു മാറ്റേണ്ട സാഹചര്യം നിലവിലുണ്ട്. കെൽപ്പാമിൻ്റെ സ്വന്തം ഭൂമിയിൽ നിൽക്കുന്ന 50-ൽ പരം കരിമ്പന മരങ്ങൾ യഥാസമയം വൃത്തിയാക്കി പരിപാലിച്ചു വരികയും അക്കാനി, നൊങ്ക് തുടങ്ങിയ വിഭവങ്ങളുടെ ശേഖരണവും വിപണനവും ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങളിലാണ്. കൂടാതെ പനയോല, പനനാര്, പന ഈർക്കിൽ കൊണ്ടുള്ള ജൈവ സൗഹൃദ കരകൗശല ഉൽപ്പന്നങ്ങളുടെ പരിപാലനവും പരിശീലനവും നിർമ്മാണവും ലക്ഷ്യമാക്കിയ നടപടികളും എടുത്തുവരും.